കായംകുളം നഗരസഭ 37-ാം വാർഡിലെ MSM കോളേജിനും PKK HS-നും മുന്നിലൂടെയുള്ള റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ അവഗണിക്കുന്നതിൽ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ AP ഷാജഹാൻ പ്രതിഷേധ റീത്ത് വെക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 37-ാം വാർഡിലെ MSM കോളേജിനും PKK HS-നും മുന്നിലൂടെയുള്ള റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ചും റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കായംകുളം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ AP ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടുത്തെ തടസ്സം എന്താണെന്ന് പറഞ്ഞാൽ കായംകുളം നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ അവര് തൻ പ്രമാണിത്വത്തോടുള്ള പെരുമാറ്റമാണ് നടത്തുന്നത്. AXക്ക് ഇഷ്ടമല്ല, AXക്ക് ഇഷ്ടമല്ല, ഇവർക്ക് രണ്ടുപേർക്കൂടെ സെക്രട്ടറി ഇഷ്ടമല്ല. ഇനി കായംകുളം നഗരസഭയുടെ കൌൺസിലർ ഈ റോഡിന്റെ വിഷയം ഉന്നയിച്ചാൽ നഗരസഭാ കൌൺസിൽ പിരിച്ചുവിട്ടേച്ച് പോകുന്ന ചെയർപേഴ്സൺ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വർഷങ്ങളായി ഈ പ്രദേശം ഇങ്ങനെ ഒരു ദുർഗതിയിൽ കിടക്കുമ്പോൾ ഈ പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട 37-ാം വാർഡിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ റോഡിലൂടെ ഇന്നേ വരെ MLAയോ നഗരസഭയുടെ ചെയർപേഴ്സണോ കടന്നു വന്നിട്ടില്ല. ഇതിലേക്കൂടെ കടന്നു വരുന്നവർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെ നാളുകളായി ഈ കൌൺസിലറോട് പറയുന്നുണ്ട്. അദ്ദേഹം വളരെയധികം ശക്തമായി ഇതിന്റെ പ്രതിഷേധമൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് കായംകുളം നഗരസഭാ കൌൺസിൽ ഞാനും AJ ഷാജഹാൻ അടക്കം, കാരണം ഞങ്ങളുടെ ഇവിടെ ജനിച്ചു വളർന്ന വാർഡ് റോഡ് എന്നുള്ള രീതിയിൽ ഞാനും AJ ഷാജഹാൻ അടക്കം വളരെ ശക്തമായ പ്രതിഷേധമുയർത്തി. പക്ഷേ ആ പ്രതിഷേധങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഇപ്പോഴിത് ഇങ്ങനെ പോലെ കിടക്കുന്നത്. ഇതിലേക്കൂടെ ഒന്നും നടന്നു പോകാൻ കഴിയില്ല. അതുപോലെ അത് മാത്രമല്ല, ബൈക്കിൽ പോയ പലരും മറിഞ്ഞു വീണിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മുട്ടുപൊട്ടി കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിരിക്കും. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇത് കായംകുളം നഗരസഭയിൽ ഈ റോഡിൽ മാത്രമല്ല പല റോഡുകളിലും കരാറുകാർ പണിയെടുക്കുന്നു. കരാറുകാർക്ക് സമയബന്ധിതമായി പൈസ മാറിക്കൊടുക്കാത്തത് കാരണം എപ്പോഴും ട്രഷറി ബാണാണ്. ഈ ട്രഷറി ബാൺ ചെയ്തേക്കുന്നത് കാരണം കരാറുകാർക്ക് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പ്രത്യേകമായ ഒരു പരിഗണനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് MLA ഉൾപ്പെടെയുള്ള LDFന്റെ നേതൃത്വത്തിലുള്ള MLA ഉൾപ്പെടെയുള്ള ഒരു മണ്ഡലമാണ് കായംകുളം LDF ഭരിക്കുന്ന നഗരസഭ. അത് ഒരു കാലത്തും ഈ റോഡിനെ അവര് ഒരു പരിഗണന കൊടുത്ത് ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുവാൻ ഇതുവരെ മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ഇപ്പോൾ തന്നെ ഈ വർക്ക് എടുത്തിട്ട് മാസങ്ങളോളമായി പണി തീരാതെയും പണി മുടക്കിയും ഉദ്യോഗസ്ഥരും അതുപോലെ കരാറുകാരും കൌൺസിലർമാരും ഉൾപ്പെടെയുള്ള വലിയ ഒരു അഴിമതിയുടെ കൂത്തരങ്ങ് കായംകുളം നഗരസഭയിൽ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദമുണ്ടാക്കി ഈ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്, അതുപോലെ തന്നെ ഈ വർക്കിന്റെ അഴിമതി ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിച്ച പല വിഷയങ്ങളുമുണ്ട്. റോഡ് യഥാർത്ഥത്തിൽ കരാറുകാരൻ കരാറെടുത്തിട്ട് 6 മാസം കൂടുതലായി, വർഷം ആകാൻ പോകും, 2 വർഷക്കാലമായി. ഈ റോഡ് ഇതിനു മുമ്പ് ഇത് പണിയുന്നതിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായും യാത്രക്കാർക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇത് കരാറുകാരൻ എടുത്ത് ഇളക്കിയിട്ടതിന്റെ JCB കൊണ്ട് ഇളക്കിയിട്ടത് കൊണ്ട് ഒരു 2 വീലറുകാർ, ഒരു സൈക്കിളുകാരന് പോലും ഈ റോഡിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ദയനീയാവസ്ഥ ഇവിടുത്തെ MLA ബഹുമാനായ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പ്രതിഭാരി എല്ലാ ഭാഗങ്ങളിലും കറങ്ങി നടക്കുന്ന, എല്ലാ കല്യാണ വീടുകളിലും സെൽഫി എടുക്കുന്ന MLAക്ക് പോലും സ്വാഭാവികമായും ഇതുപോലെയുള്ള ശോചനീയാവസ്ഥ കണ്ടില്ല എന്നടിക്കുന്ന ആ MLAക്ക് അതിലുള്ള പ്രതിഷേധമാണ്. അതുപോലെ ഈ വാർഡ് കൌൺസിലർ, നമുക്കറിയാം കായംകുളം നഗരസഭയിലെ 44 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ, അതായത് വാർഡ് മുനിസിപ്പാലിറ്റിക്ക് റോഡുകളില്ലാത്ത ഒരു വാർഡാണ് 37-ാം വാർഡ്. മണ്ഡലം പ്രസിഡന്റ് വള്ളിയിൽ റസാഖ് റീത്ത് വെക്കൽ സമരത്തിന് നേതൃത്വം നൽകി. മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കടയിൽ രാജൻ, ഷൈജു മുക്കിൽ, M നൌഫൽ, കോൺഗ്രസ് നേതാക്കളായ സൂര്യ മുഹമ്മദ്, ഹാഷിർ പുത്തൻകണ്ടം, അസിം നാസർ, A സലീം, ഷാജി വലിയ പറമ്പിൽ, സച്ചു, മോഹൻകുമാർ, ഇർഷാദ് നൈനാരേത്ത്, മോഹനൻ, ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.